എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സാരി ബ്ലൗസിൻ്റെ കോമൺ ആയിട്ടുള്ള കുറേ ഡൗട്ടുകൾ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്, ഓൺലൈൻ പോലത്തെ ക്ലാസ്സാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം കൂടുതലും ഈ ആംഗോളിൻ്റെ അളവിനെ പറ്റിയും അതുകൂടാതെ തന്നെ കൈ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിടുമ്പോൾ അത് ഒരു കൊമ്മളിപ്പ് പോലെ പൊങ്ങി വരുന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ നെക്ക്, സാരി ബ്ലൗസിൻ്റെ നെക്ക് യു മോഡലിൽ വെട്ടിക്കഴിയുമ്പോൾ അത് വി ആയിട്ട് വരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പോയിൻ്റ് വ്യത്യാസം വന്നെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു ക്ലാസ്സാണ്. അപ്പം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമുക്ക് ബാക്ക് പാർട്ട് വരച്ചിട്ട് ഇപ്പം കോമൺ ആയിട്ടുള്ള ഒരു സംശയം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് നമുക്ക് കൈയുടെ ഈ ഒരു ഭാഗം, അത് ഈ ഒരു ഭാഗത്ത് കൈയുടെ ഏറ്റവും കൂടുതലൊരു കൊമ്പളിപ്പ് പോലെ കൈ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് പൊങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നു. ഇപ്പം എപ്പോഴും നമ്മൾ ഈ കൈ ഇങ്ങനെ വെട്ടുമ്പോൾ കൈ ഇങ്ങനെ വെട്ടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നമ്മളിങ്ങനെ സ്ക്വയർ വരച്ചതിന് ശേഷമാണ് ബാഗ് നമ്മൾ കൈക്കുഴി വെട്ടുന്നത്. കൈക്കുഴി വെട്ടുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഈ ഒരു സ്ക്വയർ, അതായത് ഈ ഒരു സ്ക്വയർ കണ്ടോ, ഈ സ്ക്വയർ എത്രയാണെങ്കിലും അതിൻ്റെ നേർ പകുതിന്നേ ഉള്ളൂ നമുക്ക് ഈ ഒരു ആംഗോളിലോട്ടുള്ള ആ ഒരു വരെ പോകാവുള്ളൂ. അപ്പോൾ പ്രത്യേകം ഓർക്കും. ഇതിൽ നിന്ന് നമ്മൾ 1.25, ഇത് 1.25 തയ്യൽ തുമ്പ് തള്ളിയാണ് നമ്മൾ വെട്ടുന്നത്. എപ്പോഴും നമ്മൾ ഓർത്തോണം, ഈ കൈക്കുഴി നമ്മൾ എത്ര താക്കുന്നു, ആ താക്കുന്നതിൻ്റെ പകുതിയിൽ നിന്ന് വേണം നമുക്ക് ഇങ്ങനെ ഇത് പോകാനായിട്ട്, ഈ ഒരു ചെരിവ് പോകാനാണ്. ആ കാര്യം പ്രത്യേകം നമ്മുടെ ബുക്കിൽ എഴുതിയിടണം. ഇപ്പോൾ 6 ഇഞ്ച് ആണെങ്കിൽ 6 ഇഞ്ച് നമുക്കാണെങ്കിൽ പകുതി 3 ഇഞ്ചിന് തന്നെ നമ്മൾ ഇത് തുടങ്ങണം. അപ്പം റെയർ മെഷർമെൻറ്റുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. റെയർ മെഷർമെൻറ്റുകാർക്ക് ആണ് ഇതുപോലെ ഈ പൊങ്ങുന്നത്. ഇങ്ങനെ പൊങ്ങുമ്പോൾ ഞാൻ ഒന്നും കൂടെ വരച്ച് കാണിക്കാം. പൊങ്ങുന്നവർക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ബാഗിനൊക്കെ ഇങ്ങനെ വരച്ചു, ഈ ബാഗ് പീറ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനൊരു സ്ക്വയർ വരച്ചതിന് ശേഷമാണെന്ന് ഈ കൈക്കുഴി വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഇവിടെ നമ്മൾ 6 ഇഞ്ച് താത്ത 3 ഇഞ്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗമുള്ള ഈ ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി വണ്ണത്തിൻ്റെ അവിടുന്ന് ഈ ഭാഗത്താണ് നമ്മൾ 1.25 ഇഞ്ച് ഇടുന്നത്. ഇതിൻ്റെ ബാധകമല്ല, ഇത്രയും ഒരു ലൂസ്, അതായത് ഇതിൻ്റെ പകുതി നമ്മൾ എത്രയാണോ ആ പകുതിയിലോട്ട് വേണം ഈ പകുതി ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യാൻ. പ്രത്യേകം ഓർത്തോണം. കൈ പൊങ്ങി വരുന്നവർക്ക് ഈ ലൂസിൻ്റെ പകുതിയും ഈ കൈക്കുഴിയുടെ പകുതിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ലൂസിൻ്റെ പകുതി കൊള്ളിച്ചിട്ട് വേണം നമ്മൾ കൈക്കുഴി വെട്ടാൻ. ഇത് നമ്മൾ നോർമൽ അളവാണ്. പിന്നെ നമ്മൾ ഏറ്റവും ഒരു നോർമലി സാരി വിത്ത് പോലെ വലിയാത്ത തുണികൾക്ക് നമ്മൾ ബോഡി വണ്ണത്തിൻ്റെ കൂടെ ടൈറ്റ് വേണം. ബോഡി വണ്ണം 36 36 + 4 + 40. ഈ 40ൻ്റെ 4ൽ 1 നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, ഈ ഭാഗത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബാക്ക് പീസ് ഡാട്ട് കൊടുത്ത് വെട്ടുന്ന ബ്ലൗസുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ബോഡി വണ്ണവും വേസ്റ്റ് വണ്ണവുമായിട്ട് ഒരു 8 ഇഞ്ചോ 9 ഇഞ്ചൊക്കെ വ്യത്യാസം വരുന്ന ബ്ലൗസുകളുണ്ട്. ആ ബ്ലൗസുകൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ഈ ബാക്ക് ഡാട്ട് കൊടുത്താൽ മതി. ബാക്ക് ഡാട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. അതായത് നമുക്കിപ്പോൾ 36 ഇഞ്ച് വേസ്റ്റ് വണ്ണം നമുക്ക് തൊട്ടുവണ്ണം വരുന്നു. ആ സമയത്ത് 27 ഇഞ്ച് ഇടവണ്ണം താഴെ വരും, അതായത് ഈ വണ്ണം വരുന്നവരുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എത്രയെന്ന് കണക്കൂട്ടുകയും, അപ്പം 4 3 7 ഇഞ്ച് വ്യത്യാസം വരും. 7 ഇഞ്ച് വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്ക് ഡാട്ട് കൊടുക്കണം. ഈ ബാക്ക് ഡാട്ടിൻ്റെ പോയിൻ്റ് നമ്മുടെ ഫ്രണ്ട്, അതായത് ഫ്രണ്ട് നമ്മൾ വെട്ടുമ്പോൾ ഫ്രണ്ടിൽ നമ്മൾ മെയിൻ ഡാട്ട് കൊടുക്കത്തില്ലേ, ഫ്രണ്ടിൽ മെയിൻ ഡാട്ട്, അതായത് നമ്മൾ കൈക്കുഴി ഫ്രണ്ട് നമ്മളിങ്ങനെ താത്തിട്ട് ഫ്രണ്ട് ഇങ്ങനെ വെട്ടും. ഈ ഫ്രണ്ട് ഇങ്ങനെ വെട്ടുമ്പോൾ ഈ ഡാട്ടില്ലേ, ഈ ഡാട്ടിൻ്റെ പോയിൻറ്റും ഈ ബാക്ക് ഡാട്ടിൻ്റെ പോയിൻറ്റും തമ്മിൽ എപ്പോഴും സെയിം ആയിരിക്കണം. ഈ സെയിം ആണെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ പോയിൻ്റ് പിടിക്കുന്ന ഇവിടെ ഒരു ലൂസ് കിട്ടും. ഈ ഭാഗത്ത് ഈ ഡോട്ടിട്ട ഭാഗത്ത്, അതായത് ഈ ഡാട്ടിൽ നിന്നും 3/4 ഇഞ്ച് താഴെ ഉള്ളൂ നമുക്ക് ലൂസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ലൂസും ഇവിടുത്തെ ലൂസും ഈ 3/4 ഇഞ്ച് താഴ്ന്നുള്ള കിട്ടുന്ന ലൂസും കൂടെ വേണം നമ്മളെ സാരി ബ്ലൗസ് നമ്മളെ മെയിനായിട്ട് പിടിച്ചിരുത്തുന്നത്.
അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നു. എപ്പോഴും നമ്മൾ ബോഡി വണ്ണത്തിൻ്റെ 1/6, അതായത് എത്ര വണ്ണമാണോ ആ വണ്ണത്തിൻ്റെ 1/6 നമ്മൾ ഷോൾഡർ കണക്ക് കൂട്ടുന്നത്. ബോഡി വണ്ണത്തിൻ്റെ 1/6 ഷോൾഡറും ആ 1/6 വേണം നമ്മൾ ബോഡി വണ്ണത്തിൻ്റെ കൈക്കുഴിയും താക്കാൻ. അപ്പം ഇവ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കൂടുതലും സംശയങ്ങൾ വരുന്നുണ്ട് ഈ ഷോൾഡറിൻ്റെ ചെരിവിൻ്റെ കാര്യം. അതായത് നമുക്ക് ഫ്രണ്ട് നെക്ക് ഒരുപാട് വൈഡായി പോകുന്നവർക്ക് പറയാം, ഫ്രണ്ട് നെക്ക് ഒത്തിരി വൈഡായി പോകുന്നു. അങ്ങനെ വൈഡായി പോകുന്നവർക്ക് നമ്മൾ ഇവിടുന്നൊരു ചെറിയൊരു റൗണ്ടിൽ തന്നെ നമ്മൾ 1/2 ഇഞ്ച് എടുക്കാറുണ്ട്. ഇതുണ്ട്, ഇങ്ങനെ ഷോൾഡറിന് കുത്തനെ ഒരു ചെരിവ് കൊടുക്കാതെ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച്, അതായത് ഈ ഫ്രണ്ടിൻ്റെ ഇവിടുന്ന് 1/2 ഇഞ്ച് എടുക്കും. ബാക്ക് നെക്ക് നമ്മൾ ഇവിടുന്ന് വരച്ച് കഴിഞ്ഞിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ചൊന്നും എടുത്ത് കളഞ്ഞ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അതായത് ഷോൾഡർ താഴോട്ട് വലിഞ്ഞു പോകുന്നുണ്ടോ എന്നാണ്. പിന്നെ ഷോൾഡർ വലിഞ്ഞു പോകുന്നതിന് നമ്മൾ പ്രത്യേകം ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ബാക്ക് പീസ് ഞാൻ ഒന്നും കൂടി ഒന്ന് വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് പീസ്. ഇപ്പം നമ്മൾ ഒരു 8 ഇഞ്ച് ബാക്ക് നെക്ക് താത്തും കണ്ട് ഇങ്ങനെ. ഈ താക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയോ, ഈ കൈക്കുഴി, അതായത് ഈ കൈക്കുഴിയുടെ അവിടുന്ന് ബാക്ക് നെക്ക് എത്ര താഴുന്നോ 1 ഇഞ്ചിന് 1/4 ഇഞ്ച് വെച്ച് ഷോൾഡറിൻ്റെ ഇവിടെ കുറച്ച് കൊടുക്കണം. പ്രത്യേകം ഓർത്തോണം, 1 ഇഞ്ച് ബാക്ക് നെക്ക് ഇറങ്ങി അതിന് 1/4 ഇഞ്ച് ഷോൾഡർ കുറയ്ക്കണം, ഷോൾഡർ കുറച്ച് കൊടുക്കണം. 2 ഇഞ്ച് ഇറങ്ങിയെങ്കിൽ 1/2 ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുക്കണം. അപ്പോൾ എത്ര ഈ കൈക്കുഴിയുടെ ഇവിടുന്ന്, അതായത് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കും ഇതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുമല്ലോ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ കൈക്കുഴിയുടെ അവിടുന്ന് ഈ ബാക്കിനൊക്കെ എത്ര താഴുന്നുണ്ടോ ആ താഴുന്നതിന് 1 ഇഞ്ച് വെച്ച് 1/4 ഇഞ്ച് വെച്ച് നമ്മൾ കുറച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ബ്ലൗസ് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഊരിപ്പോകാതിരിക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ആണ് ക്ലാസ് എടുത്ത് തന്നിരിക്കുന്നത്. അപ്പം ഇവ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫ്രണ്ടിനൊക്കെ വെട്ടുമ്പോൾ നമ്മൾ ഒരു 1/4 ഇഞ്ച് എടുത്ത് വിടുന്ന കാര്യം പ്രത്യേകം, അതായത് നമുക്ക് ഈ ഒരു സെൻറ്റർ ഡാട്ടും ഈ ഒരു കൈക്കുഴി ഡാട്ടുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഡാട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 1.5 ഇഞ്ച് ഇല്ലെങ്കിൽ 1.25 ഇഞ്ച് ഇത്രയും നമുക്ക് വന്നിരിക്കണം. ആ വ്യത്യാസം വന്നില്ലെങ്കിൽ പ്രത്യേകം നിങ്ങളൊരു കാര്യം ചോദിച്ചാൽ, ഈ സെൻറ്റർ ഡാട്ടിൽ നിന്ന് എപ്പോഴും 1.5 ഇഞ്ച് ഇല്ലെങ്കിൽ 1.25 ഇഞ്ച് കൈക്കുഴി ഡാട്ട് വരുന്ന പോലെ എപ്പോഴും പോയിൻ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ കപ്പ് സൈസിൻ്റെ ഉള്ള പൂർണ്ണമായിട്ടും കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു ഉള്ള നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ വ്യത്യാസം നോക്കിക്കോണം. പിന്നെ ഇവിടെ ഒരു 1/4 ഇഞ്ച് എടുത്ത് വിടുന്ന കാര്യം നമ്മൾ എപ്പോഴും ഒരു വീഡിയോയിൽ, മിക്ക വീഡിയോയിൽ സാരി ബ്ലൗസിൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്. അങ്ങനെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ 1/4 ഇഞ്ച് നമ്മൾ കുത്തനെ, അതായത് ഒരു കുത്തനെ ഇങ്ങനെ നമ്മൾ വെട്ടിയെടുക്കില്ല ഒരിക്കലും, ഇങ്ങനെ വെട്ടല്ലേ, അത് ഒരു ചെറിയൊരു ഓവലിലേ ഉള്ളൂ വെട്ടിയെടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു കട്ട് ചെയ്തതായിട്ട് പോലും തോന്നാത്ത രീതിയിൽ തന്നെ എടുത്തു വിടും. ബ്ലൗസ് നല്ല സുഖപ്രദമായ രീതിയിൽ തന്നെ നമുക്ക് കയറി വീഴും. അത് പ്രത്യേകം ചോദിച്ചോണം. പിന്നെ ഈ ഫ്രണ്ട് ഡെക്കിൻ്റെ ഡാട്ടിൻ്റെ വിത്ത്, അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഡാട്ടിൻ്റെ ഈ ഒരു അകലം എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ബോഡി വണ്ണത്തിൻ്റെ 10-1 1/4 ഇഞ്ച് കൂട്ടി ഇല്ലേ 1/2 ഇഞ്ച് കൂട്ടി വേണം നമ്മൾ ഈ ഒരു ഇത് കൊടുക്കാൻ. ബോഡി വണ്ണം എത്രയാണോ അതിൻ്റെ 10-1 1/4 ഇഞ്ച് ചേർത്ത്, ഇപ്പോൾ 40 ആണ് 4ൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചോ ഇല്ല 1/2 ഇഞ്ചോ ചേർത്തിട്ട് വേണം ഈ ഭാഗം നമുക്ക് കൊടുക്കാൻ. ഈ ഭാഗം കൊടുത്താൽ നമ്മൾ വെട്ടാൻ നേരെ ഇത് റൗണ്ടിലാണ് വെട്ടുന്നത്. പിന്നെ താഴത്തെ ബെൽറ്റ് പീസിൻ്റെ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തോണം. ഇങ്ങനെ ബെൽറ്റ് പീസ് നമ്മുടെ ഫ്രണ്ട് പീസിൽ വെട്ടുമ്പോൾ മെയിൻ ഡാട്ടിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് കൊടുക്കും. ഷേപ്പ് കൊടുത്ത് വെട്ടുമ്പോഴാണ് ഈ ഒരു സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം ഡാട്ടിൻ്റെ. ആ മാർക്കിൻ്റെ അവിടം വരെ ഉള്ളൂ ഈ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നമ്മൾ എടുത്ത് വിടുന്നത് ഇവിടം വരെ ഉള്ളൂ. ഫ്രണ്ട് പീസിൽ നമ്മൾ ഓവലായിട്ട് എടുത്ത ഷേപ്പ് തന്നെ വേണം ഇവിടെയും ഓവലായിട്ട് എടുക്കാൻ. ഇപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അടുത്ത ഇതിൽ തന്നെ ഞാൻ വീഡിയോയിൽ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. കുറച്ചും കൂടെ വരച്ച് കാണിച്ച് എഴുതുമ്പോൾ കുറച്ചും കൂടെ ഒരു സാരി ബ്ലൗസിനോടുള്ള ആ പേടി മാറുകയും
നമ്മൾ കുറച്ചും കൂടെ മനസ്സിരുത്തി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലാകുകയും ചെയ്യും. പിന്നെ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ അകമ്പുറമുള്ള തുണിയാണോ നോക്കുക. റയർ മെഷർമെൻറ്റുകാർക്ക് നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് വെട്ടുമ്പോൾ ഒരു പേപ്പറിൽ സ്കെച്ച് എടുത്ത് വെക്കുക. പിന്നീട് അവർ വരുമ്പോഴും നമ്മൾ ഇതുപോലെ സമയം മെനക്കെട്ട് കളയേണ്ട കാര്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും മനസ്സിരുത്തി നല്ലപോലെ ജോലി ചെയ്യുക. സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു ജോലി തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു കാലത്ത് പണം സമ്പാദിക്കാവുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ്. അപ്പം ഇവ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയമോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇട്ട് തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഒരിക്കൽ കൂടി കിട്ടട്ടെ എന്ന നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകാം. താങ്ക് യു.